മലപ്പുറം താനൂരിൽ UDF സ്ഥാനാർത്ഥി PK നവാസിന് കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ്. 300-ലധികം വോട്ടുകൾ നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് 10,000 രൂപ വീതം നൽകുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുത്തുക്കോയ തങ്ങളുടെ വാഗ്ദാനം. താനൂരിലെ PK നവാസ് സാഹിബിന് താനൂർ നിയോജക മണ്ഡലത്തിലെ 300-ലധികം വോട്ട് ലീഡ് ലഭിക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക് 10,000 രൂപ വെച്ചിട്ട് നിയോജക മണ്ഡല UDF കമ്മിറ്റി കൊടുക്കും. അതുപോലെ അതെത്ര ബൂത്തുണ്ടെങ്കിലും അതുപോലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരുന്ന ലീഡ്. നേരത്തെ തവന്നൂർ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് സമാഹരിക്കുന്ന കമ്മിറ്റികൾക്ക് വിദേശയാത്ര പ്രഖ്യാപിച്ചതിൽ മറ്റൊരു ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ K വേണുഗോപാൽ, വോട്ടിന് നോട്ട് എന്ന് പറയാൻ കഴിയില്ല, കാരണം വോട്ടർമാർക്കുള്ള പാരിതോഷികമല്ല. പക്ഷേ കൂടുതൽ വോട്ടർമാരെ എത്തിക്കുന്നതിന്, കൂടുതൽ വോട്ടർമാർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യിക്കുന്നതിന് ഭാരവാഹികൾക്ക്, ബൂത്ത് കമ്മിറ്റികൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പ്രവർത്തകരോട് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്, ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതായത് PK നവാസിന് എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 300-ലധികം വോട്ടിന്റെ ലീഡ് ഏതൊക്കെ ബൂത്തിലാണോ നേടിക്കൊടുക്കുന്നത് അവർക്കൊക്കെ 10,000 രൂപ വെച്ച് UDFന്റെ മണ്ഡലം കമ്മിറ്റി നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ബൂത്തുകൾക്ക് ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 25,000 രൂപ, രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് 15,000 രൂപ, മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 10,000 രൂപ എന്നിങ്ങനെ പണം നൽകുമെന്നും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തവനൂരിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലീഡ് നൽകുന്ന മണ്ഡലം കമ്മിറ്റികൾക്കും ബൂത്ത് കമ്മിറ്റികൾക്കും വിദേശയാത്ര വാഗ്ദാനം ചെയ്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജി മുന്നോട്ടേക്ക് വന്നിരുന്നു. അത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ പോലീസാണ് കേസെടുക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലീഡ് 300 വോട്ടിലധികം ലീഡ് നൽകുന്നവർക്കാണ് 10,000 രൂപ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നേരത്തെ സമാനമായ വിഷയത്തിൽ കേസെടുത്ത സ്ഥിതിക്ക് ഇതിലും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ദിലീപ് കുമാർ, വോട്ടിന് നോട്ട്, PK നവാസിന് കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്ക്, വോട്ടർമാർക്കല്ല ബൂത്ത് കമ്മിറ്റികൾക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുസ്ലിം ലീഗ് നേതാവ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്, വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് ഗോകുൽ K വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.